സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, കൊല്ലം ജില്ലയിലെ താമസിക്കുന്ന ശാലിനി എന്ന് പറയുന്ന ഒരു കുടുംബാംഗത്തിൻ്റെ ഒരു ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇത് നമ്മുടെ ആധ്യാത്മികം സംശയ നിവാരണം എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നൊരു ചോദ്യമാണ്. ആ ഒരു ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്ത് സംശയവും ചോദിക്കാൻ നമുക്കവിടെ ആർക്ക് വേണമെങ്കിലും താല്പര്യമുള്ള ആൾക്കാർ ആ ഗ്രൂപ്പിൽ ചേർക്കും. വാട്സപ്പ് നമ്പർ അയച്ചെന്നാൽ മതി എന്ന് മാത്രം. സ്ഥലവും ജില്ലയും പരിചയപ്പെടുത്തിയാൽ മാത്രമേ അവിടെ ചേർക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കുള്ള ഏത് സംശയവും അവിടെ ചോദിക്കാൻ അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബാംഗമാണ് നമ്മുടെ ശാലിനി എന്ന് പറയുന്നത്. അവർ ചോദിച്ച ചോദ്യം അത് ഏതായാലും നമുക്ക് കേൾക്കാം. അത് കേട്ടതിന് ശേഷം നമുക്കതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാം. നമസ്തേ ജി, എൻ്റെ പേര് ശാലിനി, ഞാൻ കൊല്ലം. എൻ്റെ ഒരു സംശയം ഇതാണ്. ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾക്ക് കയറുമ്പോൾ മേൽവസ്ത്രം ധരിക്കാം, എന്നാൽ പുരുഷന്മാർക്ക് ഷർട്ട് ധരിച്ചുകൊണ്ട് കയറുവാൻ പാടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എല്ലാവരും കേട്ടല്ലോ. അവർ ചോദിച്ച എന്താണ് ചോദ്യം? ഈ ക്ഷേത്രത്തിനകത്തേക്ക് സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിച്ച് കയറാം, എന്തുകൊണ്ട് പുരുഷന്മാർക്ക് പറ്റുന്നില്ല? ഇതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഇത് വളരെ നല്ലൊരു ചോദ്യം കൂടിയാണ്. പലർക്കും സംശയമുണ്ടാകാം. പലരും പറയുന്നത്, പല ആൾക്കാരും പല വേദികളിലും പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയുമോ? ഈ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ അകത്തുള്ള ആ ബിംബുണ്ടല്ലോ, ആ ഈശ്വരീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ആ വിഗ്രഹം, ആ വിഗ്രഹത്തിൽ നിത്യേന നിയമേന പൂജാതി കർമ്മങ്ങൾ നടക്കുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതാണ്. എങ്ങനെ? അവിടെ ഒരു രാസപ്രവർത്തനത്തിലൂടെ ഈ പോസിറ്റീവ് എനർജി സർപ്പിളാകൃതിയിൽ വെളിയിലേക്ക് വരുന്നു എന്നുള്ളത് ശാസ്ത്രീയമായ സത്യം തന്നെയാണ്. അപ്പോൾ ആ പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് ഏൽക്കുമ്പോഴാണ് നമ്മൾക്ക് എന്തെന്നില്ലാത്തൊരു അനുഭൂതി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് കണ്ടെത്തൽ. അപ്പോൾ പുരുഷന്മാർക്ക് ഇത് ആഗിരണം ചെയ്യാനുള്ള കഴിവ് എവിടെയുള്ളതെന്നറിയോ? അവരുടെ പൊക്കിൾ ഇതുണ്ടല്ലോ, ആ പൊക്കിളിൻ്റെ അവിടെയും അതുപോലെ നെഞ്ചിൻ്റെ കുഴിയുണ്ട്. ഈ ഇവിടെയും താഴെയും മുകളിലുമായിട്ടാണ് അതിന് ആഗിരണം ചെയ്യാനുള്ള ആ യന്ത്രം ഉള്ളതെന്നാണ് പറയുന്നത്. നമുക്കറിയാം, നമുക്കൊരു സാധനം അവിടെ കാണുന്നു, ആ കാണുന്നത് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൽ എത്തിക്കുന്നു. അത് മനുഷ്യനാണ്, അത് പക്ഷിയാണ്, അത് മൃഗമാണ് എന്ന് നമ്മൾ അതിന് നോക്കുമ്പോൾ അത് ഇന്നതാണ് തെളിയുന്നത്. എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിൽ എത്തുന്നത്? കണ്ണാകുന്ന യന്ത്രം പ്രവർത്തിച്ചിട്ടാണ്. കണ്ണാകുന്ന യന്ത്രം അതിനെ കണ്ട് അത് ഉടനെ തന്നെ നമ്മുടെ തലച്ചോറിൽ വിവരം കൊടുത്തു, ഇത് ഇന്നതാണെന്ന് വിവരം കിട്ടിയതുകൊണ്ടാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ നമ്മളറിയാതെ നിരവധി യന്ത്രങ്ങളുണ്ട്, ഓരോന്നിനും ഓരോ പ്രവർത്തനമാണ്. അപ്പോൾ ഇത്തരത്തിൽ ആ പോസിറ്റീവ് എനർജിയെ ആഗിരണം ചെയ്യുന്നു. ഉദാഹരണം പറയാം, സൂര്യനിൽ നിന്ന് നമുക്ക് ഒരുപാട് രശ്മികൾ കിട്ടുന്നുണ്ട്. അതും നമ്മൾ ആഗിരണം ചെയ്യുന്നുണ്ട് പല തരത്തിലേക്ക്, തൊലിയിലൂടെയും ഭ്രൂമധ്യത്തിലൂടെയും സഹസ്രാരത്തിലൂടെയും അങ്ങനെ പലതിലൂടെ. അപ്പോൾ അതുപോലെ ഈ പറയുന്ന ബിംബത്തിലുള്ളത് ഇങ്ങനെ ആഗിരണം ചെയ്യുന്നു. അന്നേരം നമ്മൾക്ക് എന്തുണ്ടാകുന്നു? എന്തെന്നില്ലാത്ത അനുഭൂതി ഉണ്ടാകുന്നു. എന്നാൽ സ്ത്രീകൾക്ക് ഇതുപോലെ വേണ്ടേ? അപ്പോൾ ഇവിടെ വസ്ത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പൊക്കിൾ കുഴിയും ഈ നെഞ്ചിൻ കുഴിയും തടസ്സമാകുന്നതുകൊണ്ടാണ് അവരത് മാറ്റി വെക്കണം, എന്നിട്ട് ക്ഷേത്രത്തിൽ കയറണം എന്നാണ് പലരും പറയുന്നത്. എന്താണ് ശരി എന്നുള്ളത് നമുക്ക് കടക്കാം, അതവിടെ നിൽക്കട്ടെ. ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒരു ചോദ്യം വരും, അങ്ങനെയാണ് സ്ത്രീകൾക്ക് വേണ്ടേ എന്ന്. സ്ത്രീകൾക്ക് പൊക്കിളോ നെഞ്ചോ കാണിച്ചും കൊണ്ടല്ലല്ലോ അവർ ക്ഷേത്രത്തിൽ കയറുന്നത് എന്ന്. എന്നാൽ അതിന് കൃത്യമായ മറുപടി അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പൊക്കിളിൻ്റെ ആ ഭാഗത്ത് അവർക്ക് ഗർഭപാത്രം വരുന്നത് കൊണ്ട് പുരുഷനും സ്ത്രീക്കും ശരീരത്തിന് പലതരത്തിലുള്ള വ്യത്യാസമുണ്ട്.
അപ്പോൾ ആ വ്യത്യാസത്തിനനുസരിച്ചാണ് അവരുടെ ഗർഭപാത്രം പൊക്കിളിൻ്റെ അവിടെ വരുന്നു. അതുപോലെ നെഞ്ചിൻകുഴിൻ്റെ ആ ഇരുവശങ്ങളിലായിട്ട് അവർക്ക് സ്ഥലങ്ങൾ ഉണ്ടാകുന്നു. കാരണം അവർക്കുണ്ടാകുന്ന കുട്ടികളെ മുലയൂട്ടുവാനുള്ള ആ ഒരു സംവിധാനം അവർക്ക് അവിടെയാണുള്ളത്. അപ്പോൾ അവർക്കുള്ള ആ ആഗിരണം ചെയ്യാനുള്ള കഴിവ് കൊടുത്തിരിക്കുന്നത് ഈ തൊണ്ടക്കുഴിയും അതുപോലെ ഈ ഭ്രൂമധ്യത്തിലുമാണ് എന്ന് പറയുന്നു. ഈ ഭ്രൂമധ്യത്തിൽ ഇത് വരുന്നത് കൊണ്ടാണ് അവിടെ ഒരു കാരണവശാലും സ്റ്റിക്കർ പോലത്തെ പൊട്ടുകൾ തൊടാൻ പാടില്ല, ചന്ദനം പോലെയുള്ള സാധനങ്ങളൊക്കെ തൊട്ടാൽ അതിന് ഫലം കിട്ടും എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഇതാണോ യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിൽ കയറുന്ന പുരുഷന്മാരെ ഷർട്ട് അഴിക്കണമെന്ന് പറയാൻ കാരണം? അല്ല, ഇതല്ല. നമ്മൾ പലരും തെറ്റിദ്ധരിക്കുന്നു. ഇത് സംഭവം അവർ പറഞ്ഞ് കറക്റ്റാണ്. ഇങ്ങനെ നമ്മൾ ആഗിരണം ചെയ്തു, അത് നമുക്ക് ഒരുപാട് ഗുണം കിട്ടുന്നതൊക്കെ ശരിയാണ്. എന്നാൽ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള ആ പ്രകാശകിരണങ്ങൾ അല്ലെങ്കിൽ ആ പോസിറ്റീവ് എനർജി ആ ക്ഷേത്രത്തിൽ മാത്രമല്ല ആ ക്ഷേത്ര പരിസരത്തെല്ലാം എത്തുന്നുണ്ട്. അപ്പോൾ ഈ ശ്രീകോവിലിൻ്റെ ഇതിലൂടെ പുറത്തേക്ക് വരുന്നു എന്ന് വെച്ചാൽ ശ്രീകോവിലിൻ്റെ പുറകിൽ പോയി തൊഴുതാലും നമുക്ക് ആ ഗുണം കിട്ടും. അപ്പോൾ ആ കല്ലുകൾ പോലും തരണം ചെയ്തുകൊണ്ട്, ആ ഭിത്തികൾ പോലും തരണം ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ കേവലം ഇത്തരത്തിലുള്ള ഒരു വസ്ത്രം അതിനെ തടയും എന്ന് പറഞ്ഞാൽ, അത്രയോ ശക്തിയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റ്. ആ ഈ രശ്മിയെ നമുക്ക് ഷർട്ട് ഇട്ടാലും കിട്ടും, ഉറപ്പാ. പക്ഷെ ഇതൊന്നല്ല, ഷർട്ട് ഇടാണ്ട് കയറാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം ഇതല്ല. അവിടത്തേക്ക് നമുക്ക് എത്താം. അപ്പോൾ ഈ ഒരു കാരണം പറഞ്ഞിട്ട് ഷർട്ട് ഇടണ്ട എന്ന് പറഞ്ഞതിൽ ഒരു അർത്ഥവുമില്ല. കാരണം എന്താ? അങ്ങനെയാണെങ്കിൽ ശബരിമല ക്ഷേത്രത്തിൽ പോകുന്ന ഒരൊറ്റ അയ്യപ്പ ഭക്തന്മാരും എന്ന് വെച്ചാൽ ഒരു പകുതിയിലേറെ അയ്യപ്പ ഭക്തന്മാരും മേൽവസ്ത്രം ധരിച്ചിട്ടാണ് കയറുന്നത്. പകുതിയിലേറെയും ആൾക്കാർ മേൽവസ്ത്രം ധരിച്ചിട്ടാണ് പോകുന്നത്. സ്ത്രീകളും പുരുഷന്മാരെല്ലാം മേൽവസ്ത്രം ധരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോഴതെന്താണ് അങ്ങനെ? അങ്ങനെ നിരവധി കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങളിൽ, ചമ്രവട്ടം ശാസ്താ ക്ഷേത്രം, അതുകൂടാതെ തന്നെ നിരവധി ക്ഷേത്രങ്ങളുണ്ട്. അതൊന്നും പറഞ്ഞാൽ തീരില്ല. എനിക്ക് തോന്നുന്നു പാലയിലുള്ള കടപ്പാട്ടൂർ ശിവക്ഷേത്രത്തിലും അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അവിടെ പലതവണ പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ശബരിമലയ്ക്ക് പോകുന്ന പോക്കിലാണ് കൂടുതലും പോയത്. അപ്പോൾ അങ്ങനെ പോകുന്ന പോക്കിലായതുകൊണ്ട് ഷർട്ട് ഇട്ടാണ് നമ്മൾ യാത്ര ചെയ്യുക. പക്ഷേ പലരും ഷർട്ട് ധരിച്ചും കൊണ്ട് തന്നെ അതിലുള്ളിലേക്ക് കയറുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പോൾ അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ, എന്തിന്, എരുമേലിലുള്ള ശാസ്താവ് ക്ഷേത്രം, അതുപോലെ തന്നെ എരുമേലിൽ രണ്ടെണ്ണമുണ്ട്, കൊച്ചമ്പലമുണ്ട്, വലിയ അമ്പലമുണ്ട്. ഇവിടെയൊക്കെ ഷർട്ട് ഇട്ടിട്ട് തന്നെ ആൾക്കാർ കയറുന്നുണ്ട്, ഒരു ഇതുമില്ല. എന്നാൽ ഈ ഒരു കാരണം നമുക്ക് ഉണ്ട്. ഇതുപോലെ ആഗരണം ചെയ്യുന്നതൊക്കെ ശരിയാണ്. പക്ഷേ അതിൻ്റെ വ്യക്തമായ കാരണം എന്താണെന്ന് വെച്ചാൽ, പണ്ട് കാലങ്ങളിൽ നമ്മൾക്ക് ആർക്കും ഷർട്ട് ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ മേൽവസ്ത്രം തന്നെ ഉണ്ടായിരുന്നില്ല. ഒരാൾ പോലും മേൽവസ്ത്രം ധരിച്ചിരുന്നില്ല. എന്നാൽ കുറച്ച് സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരും കുറച്ച് പൗരബോധമുള്ള ആൾക്കാരൊക്കെ തന്നെ അന്ന് ഉപയോഗിച്ചിരുന്നത് അരക്ക് താഴെ ചുട്ടിക്കര തോർത്തും അതുപോലെ തന്നെ ഒരു സാധാരണയുള്ള ഒരു വെള്ള ഒരു മുണ്ട് പോലത്തെ ഒരു സാധനം, ഇതാണ് ആകെ ഉടുത്തിരുന്നത്. സ്ത്രീകളും അങ്ങനെ ആയിരുന്നു. പിന്നീട് അവർക്ക് മേൽവസ്ത്രം വന്നു. പുരുഷന്മാർക്ക് അവർ പിന്നീട് തുണി ചുറ്റാൻ തുടങ്ങി. പുരുഷന്മാരായ ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഢ്യന്മാരായ ആൾക്കാർ, കുറച്ച് പൗരബോധമുള്ള ആൾക്കാർ, കുറച്ച് സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാർ ഈ തോർത്ത് മുണ്ടിന് മുകളിലായിട്ട് ഒരു രണ്ടാം മുണ്ട് ഇങ്ങനെ മുറിയനും ഒന്നിടും. അന്നത്തെ ഒരു പ്രൗഢി അല്ലെങ്കിൽ അന്നത്തെ ഒരു കുറച്ച് മുതിർന്ന സാമ്പത്തികമായിട്ടെല്ലാം ഉന്നതി നിൽക്കുന്ന ഒരാളുടെ ആ ഇത് ഗാംഭീര്യം കാണിക്കാനാണ് പ്രത്യേകിച്ച് രണ്ടാം മുണ്ട് ഇങ്ങനെ ഇടുന്നത്. എന്നാൽ പിന്നീട് കുറച്ചും കൂടി കാലഘട്ടം കഴിയുമ്പോൾ ഈ രണ്ടാം മുണ്ട് ഇടുന്നത് കൂടുതൽ ആൾക്കാർ അത് ഇടാൻ തുടങ്ങി. പലരും അരക്ക് മുകളിൽ മേൽവസ്ത്രമായിട്ട് ഈ രണ്ടാം മുണ്ട് ഇടുന്നു. അപ്പോൾ ഈ രണ്ടാം മുണ്ട് ഇടുന്ന കാലഘട്ടത്തിൽ എന്താണെന്നറിയോ, അവർ ഒരു നാടുവാഴിയെ കാണുന്നിരിക്കട്ടെ, നാടുവാഴിയെ കണ്ടു കഴിഞ്ഞ ഉടൻ തന്നെ ആ രണ്ടാം മുണ്ടെടുത്ത് താഴ്ത്തിപ്പിടിച്ച് തൊഴുത് നിൽക്കും ബഹുമാനത്തോടു കൂടി. അത് അവിടെ ബഹുമാനമാണ്, സ്നേഹമാണ്. അതേപോലെ തന്നെ ഒരു ഗുരുനാഥനെ കാണുന്നു, അതുപോലെ തന്നെ വലിയ ജന്മിമാരെ കാണുന്നു. ഇവരൊക്കെ കാണുമ്പോൾ സാധാരണക്കാരായ ആൾക്കാർ അവരെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് രണ്ടാം മുണ്ട് താഴ്ത്തിപ്പിടിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അരക്ക് താഴെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഭവ്യതയോടു കൂടി നിൽക്കും. പിന്നീട് ആണ് ഷർട്ട് വരുന്നത്. കോട്ടൻ്റെ വെള്ള ഷർട്ട്, ഒരു കോറത്തുണി പോലത്തെ സാധനത്തിൽ കൊണ്ടുള്ള ഷർട്ടാണ് പിന്നെ വരുന്നത്. അത് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ധരിക്കുന്ന തരത്തിലേക്ക് വന്നു. അത് ക്ഷേത്രപ്രവേശന വിളംബരം വന്നു. ഈ ക്ഷേത്രപ്രവേശന വിളംബരം വരുന്ന സമയത്തും എല്ലാവരും ഷർട്ട് ഉപയോഗിക്കുന്നില്ല. 100% ആൾക്കാർ ഷർട്ട് ധരിക്കുന്ന ആളായിരുന്നില്ല. ഒരു വിഭാഗം ആൾക്കാർ ഷർട്ട് ധരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ.
കുറേ ആൾക്കാർ ഈ പറയുന്ന രണ്ടാം മുണ്ട് മാത്രമുള്ള ആൾക്കാരാണ്. ഈ രണ്ടാം മുണ്ട് ധരിച്ച ആൾക്കാരൊക്കെ ക്ഷേത്രത്തിന് എത്തിക്കഴിഞ്ഞാലും ക്ഷേത്രപ്രവേശനത്തിൽ ആദ്യം പുരുഷന്മാരാണ് കൂടുതലായിട്ട് വന്നത്. പിന്നീടാണ് സ്ത്രീകൾക്കും കയറാനുള്ള ആ ഒരു താല്പര്യം വന്ന് അവിടെ തൊഴാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ക്ഷേത്രത്തിനുള്ളിലെത്തുമ്പോൾ ഈ പുരുഷന്മാരായ ആൾക്കാർ ആ ദേവൻ എന്ന് പറയുന്ന ആരാ? ആ നാടിൻ്റെ നാഥനാണ്. ആ നാട്ടിലുള്ള മുഴുവൻ പ്രജകളുടെ അല്ലെങ്കിൽ മുഴുവൻ ആൾക്കാരുടെയും ദേവനാണ്. അപ്പോൾ ആ ദേവൻ്റെ മുന്നിൽ, ആ നാഥനായ അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ അവരോടുള്ള ബഹുമാനപൂർവ്വം ഈ രണ്ടാം മുണ്ട് താഴ്ത്തി പിടിക്കാൻ തുടങ്ങി. അതാ ബഹുമാനപൂർവ്വം. അവർ നാടുവാഴിയെ കാണുമ്പോൾ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഗുരുക്കന്മാരെ കാണുമ്പോൾ ചെയ്യുന്നുണ്ട്, ജന്മിമാരെ കാണുമ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ മേൽജാതിക്കാരെ കാണുമ്പോഴും വന്ന് ചെയ്തിരുന്നു, മേൽജാതിക്കാരായ ആഢ്യന്മാരെ കാണുമ്പോഴും ചെയ്തിരുന്നു. ഏതായാലും ക്ഷേത്രത്തിലെത്തുമ്പോൾ ആ ദേവനോടുള്ള കടപ്പാട്, ബഹുമാനം, ആദരവ് ഒക്കെ വെച്ചുകൊണ്ട് ഇതുപോലെ രണ്ടാം മുണ്ട് താഴ്ത്തിപ്പിടിക്കാനുള്ള ഒരു ഇത് തുടങ്ങി. പിന്നീട് ഈ ഷർട്ട്, ഇതും അതേപോലെ തന്നെയാണ്. ഈ ഷർട്ട് വന്ന സമയത്തും അവരോടുള്ള ബഹുമാനപൂർവ്വമാണ് അഴിച്ച് താഴ്ത്തിപ്പിടിക്കുന്ന ഒരു ഇത്, അല്ലെങ്കിൽ അരക്ക് താഴെ അത് ധരിച്ചിട്ട് കയറുന്ന ഒരിത്, അരക്ക് മുകളിൽ ഒന്നും ധരിക്കാതെ കയറുന്നത്. ആ പാരമ്പര്യം തുടർന്നാണ് വന്നത്. അന്ന് വേറൊരു ഗുണം കൂടി ഉണ്ട്. ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ, ക്ഷേത്രപ്രവേശനം വിളംബരം വരുന്ന സമയത്ത് പഴയ ക്ഷേത്രങ്ങൾക്കൊക്കെ ചേർന്നിട്ടൊരു കുളമുണ്ടാകും. ആ കുളത്തിൽ കുളിച്ചതിന് ശേഷം മാത്രമേ ക്ഷേത്രത്തിൽ കയറുക. വീട്ടിൽ നിന്ന് കുളിച്ച് വരുന്ന സമ്പ്രദായം ഇല്ല. കാരണം ക്ഷേത്രത്തിന് സമീപത്ത് അങ്ങനെ വീടുകൾ വളരെ കുറവായിരുന്നു. ഒരു ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാൽ വിശാലമായിട്ട് ഏക്കർ കണക്കിന് ഭൂമിയാണ്. ആ ക്ഷേത്രത്തിലേക്ക് വേണ്ടുന്ന വരുമാനം ആ ഭൂമിയിൽ നിന്നാണ് കിട്ടിയിരുന്നത്. അന്നത്തെ നാടുവാഴികളായാലും രാജാക്കന്മാരൊക്കെ അവരുടേതായ ക്ഷേത്രങ്ങൾക്ക് അവർക്ക് നിശ്ചിതമായ ഭൂമി അധികാരം ഉണ്ടാവും. ആ ഭൂമിയുടെ പേര്, ആ ക്ഷേത്രത്തിൻ്റെ പേരിൽ നിരവധി ഭൂമി ഉണ്ടാവും നടത്തുക, ഏക്കർ കണക്കിന്. അപ്പോൾ അതിന് പുറത്താണല്ലോ ആൾക്കാർ താമസിക്കുക. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് വരുന്ന ആൾക്കാർ അവിടുന്ന് നടന്ന് വരാൻ. നടന്ന് വരുമ്പോൾ വേർത്ത് കുളിച്ചിട്ടുണ്ടാവും. ആ വേർപ്പോട് കൂടി ഒരിക്കലും നമ്മൾ ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ക്ഷേത്രക്കുളത്തിൽ മുങ്ങി കുളിച്ചതിന് ശേഷം ശുദ്ധിയോടുകൂടി ഈ തോർത്ത് കൊടുത്തിട്ട് അങ്ങോട്ട് കയറും. അന്ന് ഒരു ചുട്ടിക്കരയുള്ള തോർത്തും അല്ലെങ്കിൽ ഒരു മുണ്ടു മാത്രമാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് പിഴിഞ്ഞു കൊടുത്തതാണെങ്കിൽ അത് അതിൻ്റെ മുകളിലെടുക്കും. പിന്നെ ഷർട്ട് ഭർത്തനെ ധരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഭഗവാന്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ഇതിട്ട് പോകുമ്പോൾ ഞാൻ ഭഗവാനെക്കാളും വലിയ ആളാണെന്നൊരു ധാരണ വരും എന്നുള്ളൊരു ഭയം, അല്ലെങ്കിൽ അന്ന് കാലാകാലങ്ങളായി അവർ അനുഷ്ഠിച്ചിരുന്ന ആ ബഹുമാനം കൊടുക്കേണ്ടത് കൊണ്ട് ഇവരെ ഷർട്ട് ധരിക്കാതെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങി. കാരണം കുളി കഴിഞ്ഞ് നേരെ അങ്ങോട്ട് കയറി. ഷർട്ട് അവരുള്ളിലേക്ക് ഇതില്ല. ഷർട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ആ കാലഘട്ടത്തിൽ ധരിച്ചിരുന്നില്ല. എല്ലാവരും ധരിച്ചിരുന്നില്ല. ധരിച്ച ആൾക്കാർ തന്നെ മുതിർന്ന ആൾക്കാർ, അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടേണ്ട ആൾക്കാരെ കാണുമ്പോൾ ഷർട്ട് അഴിച്ചു വെക്കുന്ന ഒരു കാഴ്ചപ്പാട് അന്നുണ്ടായിരുന്നു. ഈ ഒരു കാരണമാണ് പ്രധാനമായിട്ടും ക്ഷേത്രങ്ങളിൽ ആ കാലഘട്ടങ്ങളിൽ മേൽവസ്ത്രം ധരിച്ച് കയറാൻ പാടില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തിയത്. എന്താ, കാലം കഴിഞ്ഞു. ഇന്ന് ഗുരുവിനെ കാണുമ്പോൾ ആ ഗുരുവിൻ്റെ തലയെറിഞ്ഞ് പൊട്ടിക്കുന്ന കാലഘട്ടമാണിന്ന്. മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത കാലഘട്ടമാണിന്ന്. അപ്പോൾ അവർക്ക് ആകെ ഒരു അല്പമെങ്കിലും പേടിയുള്ളത് ഈശ്വരനെയാണ്. അപ്പോൾ അന്ന് കാലാകാലങ്ങളായി ചെയ്തത് എന്തിനാണ് എന്ന് ആരും ചിന്തിച്ചിട്ടില്ല. ഇതിന് പുറകെ ആരും പോയിട്ടില്ല. ആ പണ്ട് കാലങ്ങളിലെ അത് ചെയ്തു വരുന്ന ഒരു ആചാരമാണ്. അത് നമ്മൾ ഇന്നും തുടർന്ന് വരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള നിരവധി മാറ്റേണ്ടതായ ആചാരങ്ങൾ നമ്മൾ മാറ്റിയിട്ടാണ് മുന്നോട്ട് വരുന്നത്. അത് ഉള്ളത് നമ്മുടെ ഹിന്ദുക്കൾക്ക് മാത്രമാണ്. ഹിന്ദുവിൻ്റെ ഏതെങ്കിലും ഒരു ആചാരം അതൊരു ദുരാചാരമാണ്, അല്ലെങ്കിൽ അത് അത്ര വേണ്ടാത്തതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് മാറ്റാനുള്ള അധികാരം ഹിന്ദുക്കൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം. അങ്ങനെ വന്നതാണ് ശബരിമല ക്ഷേത്രത്തിലുള്ളതും കടപ്പാട്ടൂർ ക്ഷേത്രത്തിലുള്ളതും പറശ്ശിനിക്കടവിലുള്ളതും. അങ്ങനെ നിരവധി ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഉള്ള ഒരു കാര്യം, ഷർട്ട് അഴിക്കാതെ തന്നെ കയറുന്നത്. അതിൽ വേറെയും കുറേ ഗുണങ്ങളുണ്ട്. നമ്മൾക്കറിയാം, നമ്മളിപ്പോൾ ശിവക്ഷേത്രത്തിലാണ് തൊഴാൻ വേണ്ടി പോയിരിക്കട്ടെ. ശിവക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അതിന് നാലമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി അതിന് നമ്മൾ പ്രദക്ഷിണം വെച്ച് അങ്ങ് ആ വടക്ക് ഭാഗത്തൊരു ഓവുണ്ടല്ലോ, ആ ഓവിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തുന്ന ഭക്തന്മാർ നേരെ ആ ശ്രീകോവിലിൻ്റെ മുകളിലുള്ള താഴികക്കുടം നോക്കി തൊഴണം. എങ്ങനെ, കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വേണം തൊഴാൻ വേണ്ടിയിട്ട്, മുകളിലേക്ക് ഉയർത്തിയിട്ട്. അവിടെ ആ ശിവഭഗവാന്റെ മൗലിയിലുള്ള ഗംഗാദേവിയെയാണ് ആ അവസരത്തിൽ അവിടെ തൊഴുന്നത്. അപ്പോൾ അങ്ങനെ ആ കൈ ഉയർത്തിയിട്ട് അവിടേക്ക് നമ്മൾ തൊഴുന്ന അവസരത്തിൽ വീട്ടിൽ നിന്നേ നടന്നു വരുന്ന ഭക്തനാണെന്നിരിക്കട്ടെ, അവരവിടെ നിന്ന് തൊഴുന്ന അവസരത്തിൽ തൊട്ടടുത്ത് മറ്റും പല ഭക്തന്മാരുണ്ടാവും. ഇയാൾ കക്ഷമൊന്ന് പൊക്കുമ്പോൾ ഈ കക്ഷത്തിനുള്ള അതിരൂക്ഷമായ വേർപ്പിൻ്റെ ഗന്ധം തൊട്ടടുത്ത ആൾക്കാർ അനുഭവിക്കേണ്ടി വരുന്നു. ചിലപ്പോൾ അവരുടെ ബോധം പോലും പോയിക്കൂടായില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് ക്ഷേത്രക്കുളത്തിൽ കുളിച്ചിട്ട് തൊഴുന്ന ആൾക്കാർ ഇന്ന് കുറവുമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരവസരത്തിൽ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം, തന്ത്രിയാണ് ക്ഷേത്രത്തിൻ്റെ പരമാധികാരി,
ഭഗവാനുമായി ബന്ധപ്പെട്ടുള്ള ഏതൊരു ആചാരത്തിനെയും പുതുതായിട്ട് ഉണ്ടാക്കാനോ ഇല്ലാതാക്കാനുള്ള അധികാരി തന്ത്രിയാണ്. നമ്മുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണം ആ കുടുംബത്തിൻ്റെ നാഥനാണ്. ആ കുടുംബനാഥനാണ് അവിടെ എങ്ങനെയാണ് കുടുംബത്തിൽ അന്തരീക്ഷം വേണ്ടത്, ആ റൂമിൽ ആര് കിടക്കണം, ഈ റൂമിൽ ആര് കിടക്കണം, എത്ര മണിക്ക് എഴുന്നേൽക്കണം, ഇന്ന ഭക്ഷണം വേണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് കുടുംബനാഥന്മാരായിരുന്നു. അവരാണ് അവിടെ എല്ലാ കാര്യങ്ങളും കൊണ്ടെത്തിക്കുന്നത്. അതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ നാഥൻ എന്ന് പറയുന്നത്, ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കേണ്ട ആൾ എന്ന് പറയുന്നത് തന്ത്രിയാണ്. തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചെയ്യാൻ പറ്റും. അപ്പോൾ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ആചാരങ്ങൾ മാറ്റാവുന്നതേ ഉള്ളൂ. പല സ്ഥലത്തും ഇങ്ങനെ ആചാരങ്ങൾ മാറ്റിയിട്ടുണ്ട്. എന്നാൽ ചില ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് കേട്ടോ. എന്താണ്, നമുക്ക് ബോംബെയിലും ഡൽഹിയിലും ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ക്ഷേത്രങ്ങളിലൊന്നും ഇങ്ങനത്തെ ഒരു ആചാരമില്ലല്ലോ, പിന്നെന്താ ഇവിടെ മാത്രം ഇങ്ങനൊരു ആചാരം, അവിടെയൊക്കെ നമ്മൾക്ക് തന്നെ കയറിയിട്ട് ബിംബം തൊടാൻ പോലും പറ്റും എന്ന രീതിയിൽ പറയുന്നുണ്ട്. ശരിയാണ്. കാശിയിൽ പോയാൽ പോലും പുലർച്ചെ 4 മണിക്ക് നമ്മൾ ആ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിർമ്മാല്യ ദർശനത്തിൻ്റെ സമയത്ത് നമുക്ക് തന്നെ ആ കാശി വിശ്വനാഥൻ്റെ ബിംബം തൊട്ട് നമ്മൾക്ക് തന്നെ പൂജ ചെയ്യാൻ പറ്റും. കേരളത്തിൽ പറ്റൂല. അതെന്താണ് കേരളത്തിൽ മാത്രം ഇത്ര പ്രത്യേകതയുണ്ട്, ഇല്ലാത്തതുകൊണ്ടല്ല. എന്താണെന്നറിയോ, കേരളത്തിലുള്ള പ്രതിഷ്ഠാ രീതിയും കേരളത്തിലുള്ള ആരാധന രീതിയും പൂജാവിധികളും വ്യത്യസ്തമാണ് മറ്റുള്ള സ്ഥലത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. കാരണം കേരളത്തിലുള്ള എല്ലാ വിധികളും തയ്യാറാക്കിയിരുന്നത് പരശുരാമനാണ്. പക്ഷെ പരശുരാമൻ കേരളത്തിന് വെളിയിലുള്ള ഒരു സ്ഥലത്തും പരശുരാമൻ്റെ കൈകാടത്തിലുണ്ടായിട്ടില്ല. ഭാർഗവ ക്ഷേത്രം എന്ന് പറയുന്നത് ഇതാണ്. കാരണം 108 ദുർഗാലയങ്ങളും 108 ശാസ്താക്ഷേത്രങ്ങളും 108 ശിവക്ഷേത്രങ്ങളും ഒക്കെ പരശുരാമനാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടത്. മറ്റുള്ള സ്ഥലത്തൊന്നും പരശുരാമ നിർമ്മിതമായ ക്ഷേത്രങ്ങളില്ല. അപ്പോൾ ആ യഥാർത്ഥ തന്ത്രി എന്ന് പറയുന്നത് ശരിക്കും ആരാ? പരശുരാമനായിരുന്നു ഈ ക്ഷേത്രങ്ങളിലൊക്കെ. അപ്പോൾ അദ്ദേഹമാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥ തയ്യാറാക്കിയത്. അദ്ദേഹത്തിൻ്റെ നിയമവ്യവസ്ഥ പ്രകാരമാണ് ആ പൂജ ചെയ്യുന്ന മേൽശാന്തിയെപ്പോലും നമുക്ക് തൊടാൻ പാടില്ല എന്നുള്ളത്. കാരണം ഇവിടുത്തെ പൂജാവിധി അങ്ങനെയാണ്. അവിടുത്തെ പൂജാവിധി വേറെ തരത്തിലാണ്. അവിടെയൊക്കെ ഇപ്പോൾ തമിഴ്നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അഗസ്ത്യ മുനിയുടെ ഇതാണ്. പിന്നെ അതുപോലെ ഭരദ്വാജൻ്റെ രീതിയിലുള്ളതുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ ആചാര്യന്മാർ അവരുടേതായ തലത്തിൽ ഈ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തി അവരുടേതായ നിയമവ്യവസ്ഥകൾ കൊണ്ടുവന്നുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായി കാണുന്നത്. നമ്മൾ കേരളത്തിലുള്ളതുപോലെ കൃഷ്ണശിലയിലുള്ള ഈ ബിംബങ്ങൾ, മഹാവിഷ്ണുവിൻ്റെ ആവട്ടെ ദേവിയുടേതാവട്ടെ, നമുക്ക് തെക്കൻ അല്ലെങ്കിൽ ഇവിടെ ഡൽഹിയിലോ ബോംബെയിലോ അല്ലെങ്കിൽ ഗുജറാത്തിലൊന്നും പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ കഴിയില്ല. അവിടുത്തെ പ്രതിഷ്ഠകൾ വേറെ തന്നെയാണ്. നമ്മൾ ഇതുപോലെ ഉള്ള പ്രതിഷ്ഠയില്ല, കൃഷ്ണശിലയിലല്ല. ദാരുശില്പം ഉണ്ടാവൽ വളരെ കുറവാണ്. അപ്പോൾ ഇവിടുത്തെ ബിംബത്തിൽ വ്യത്യാസമുണ്ട്, പൂജാവിധിയിൽ വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ ആരാധന രീതിയിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഇങ്ങനെയുള്ള ആചാര്യന്മാർ ചെയ്തത് കൊണ്ടാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ കേരളത്തിലുള്ളത് മറ്റെവിടെയും ഇല്ലാത്ത തരത്തിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള പൂജാവിധികളാണ്. കേരളത്തിലെ ക്ഷേത്ര സങ്കല്പവും അങ്ങനെയാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണ രീതി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ളത് പോലെയല്ല, വളരെയേറെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മുമ്പിൽ വലിയൊരു ബലിക്കല്ല് കാണാം, അവിടെ അത് നമുക്ക് കാണാൻ സാധ്യതയില്ല. ചുറ്റോട് ചുറ്റും നിരവധി ബലിക്കല്ലുകളുണ്ട്, അത് അവിടെ ഉണ്ടാകില്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ കേരളത്തിലെ ക്ഷേത്രവും അവിടെ തമ്മിൽ വ്യത്യാസമുണ്ട്. അതുതന്നെയാണ് ഇവിടുത്തെ ആചാര രീതിയിലും ഉള്ളത്. അപ്പോൾ ആ കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ചോദ്യം വന്നത് ഈ ക്ഷേത്ര ദർശനത്തിന് നമ്മൾക്ക് എന്തുകൊണ്ട് പുരുഷന്മാർക്ക് ഈ മേൽവസ്ത്രം ധരിക്കാതെ കയറണം എന്ന് പറയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ സംശയം ക്ലിയർ ചെയ്യാൻ ആണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. നമ്മളൊരു കാര്യം ഉറപ്പിക്കുക, ഈ ആചാരം നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. അത് ഏതെങ്കിലും നാട്ടിലിപ്പോൾ ക്ഷേത്ര കമ്മിറ്റിയുടെ ആൾക്കാരുണ്ടെങ്കിൽ ആ ക്ഷേത്ര കമ്മിറ്റിക്കാർ തന്ത്രിയുമായി ചർച്ച ചെയ്ത് ആ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം, ചിലപ്പോൾ തന്ത്രി പറയും നമുക്കിന്ന് പിന്നെ ദേവൻ്റെ ഹിതം നോക്കാമെന്ന് പറയും. അങ്ങനെ അവിടെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നത്തിൽ കൃത്യമായി തെളിയും എന്താണ് വേണ്ടതെന്ന്. അങ്ങനെ നിരവധി സ്ഥലത്ത് മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് വേണ്ടത്. അപ്പം ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രം. അപ്പോൾ ഒരു ഇതും ഭഗവാന് മോശമായിട്ട് ഇതൊന്നും വരുന്നില്ല. ക്ഷേത്ര ദർശനം ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്. ഭഗവാന് ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആരും ക്ഷേത്ര ദർശനം ചെയ്യാറില്ല, എല്ലാം നമ്മൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ പോയി കിട്ടുന്ന എല്ലാ ഗുണങ്ങളും നമുക്കാണെങ്കിൽ ആ നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ മറ്റുള്ളവർക്ക് ദോഷമാകരുത്, ക്ഷേത്രത്തിൻ്റെയും ദോഷം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ക്ഷേത്രത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ? ദോഷമൊന്നും ഇല്ലെങ്കിൽ അത് തുടരുന്നത് നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
അതുപോലെ ഇത്തരത്തിൽ നിങ്ങളുടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സ് എവിടെയാണെന്ന് ചില ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമൻറ്റ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടല്ലോ, അവിടെ തൊട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എഴുതാനുള്ളൊരു സ്പേസ് കിട്ടും, അവിടെ നിങ്ങൾ എഴുതിയിട്ടാൽ മതി എന്ത് അഭിപ്രായമായാലും. ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.